ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസീറിച്ചു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ കാണാനാണ്. അതിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു. കമോൺ കാക്ക, കമോൺ. യോട്ടോ അവസാനം വരെ കാണണം കേട്ടോ. സിയം കാണാം കാണാം. വെച്ചതാ ബേക്കലുണ്ട്. വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് എത്ര വട്ടം വിളിച്ചാ ഫസി എന്നെ? 10 കൊല്ലായില്ലോ വന്നിട്ട്, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയൊന്നും. എന്താ ഏകദേശം വെളിച്ചം പോയി, അതാണ് മഴക്കാറ് മൂടിയിരിക്കണ്. എന്ത് വന്നാലും വേണ്ടില്ല, ഇന്ന് മേലെ കയറിയിട്ടേ പോളൂ. വായോ, അതവിടെ ഇരിക്കുന്നത്. നിങ്ങൾ മേലെ പറ്റി ഓടല്ലടോ. മക്കളെ, എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ പറയാനുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്കും ചെയ്യട്ടാ, ഷെയറും ചെയ്യണോ. എല്ലാം ചെയ്യും, എല്ലാം ശരിയാവും. എങ്ങനെയുണ്ട് ബസ്സിയെ? ഞാൻ പറഞ്ഞില്ലേ, മേലെ എത്തിയാലോ മുതലുണ്ടാവുക. ഹലോ ഗൈസ്, 1 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്. 1 മണിക്കൂറിന് എന്തായാലും വാല്യൂ ഉണ്ട്, അത്രയും പവർഫുള്ളാണ്. നേച്ചർ എന്ന് പറഞ്ഞാൽ നേച്ചർ തന്നെ. നടന്നു ഞാൻ വന്നു. അവിടേക്ക് വെളിച്ചേടൂ, ഭയങ്കര സൂര്യൻ കുത്തി. ഞാൻ എത്തിയില്ലേ, അവിടെ എത്തിയില്ലേ? ഞാനവിടെ സൈഡായി പോടെ. ഞങ്ങളുടെ ഇതെന്താ ലോകം നോക്കല്. സ്ഥലം എല്ലാവർക്കും ഏകദേശമൊക്കെ മനസ്സിലാവും. വയനാട് എന്ന് പറഞ്ഞാൽ തന്നെ ആ സൂര്യൻ ഇറങ്ങുന്ന നോക്കാം മേഘത്തിന്റെ ഇടയിൽ. മഞ്ഞപ്പാറ സൂര്യൻ ഇറങ്ങുന്ന നോക്കാം. അത് നമ്മുടെ കാരാപ്പുഴ ഡാമിന്റെ അതിർത്തിയാണ്. റിസർവേയർ അവിടെ വെക്കണ്ടല്ലോ, ഇങ്ങനെ നീണ്ട് അങ്ങനെ പോകുന്നുണ്ടല്ലേ. ഇത്ര അങ്ങനെ മലകൾ കഴിഞ്ഞിട്ട് വന്നിട്ട് മേപ്പാടി കുറ്റാട് സ്ഥലങ്ങളൊക്കെയാണ് അത്. കാരപ്പ ഏതാ സിനിമ ഇടുന്നില്ലേന്നോ, ടൊവിനോന്റെ സിനിമ ഇടുന്ന ആ സ്ഥലത്തിട്ട്. അത് അവിടെ സ്ഥലം കറക്റ്റ് കാണില്ല, മല ഇറങ്ങി പോകുന്നുണ്ട് കാണൂല. ഇതാണ് കടുവാക്കുയിൻ്റെത്. ഇത് ആ കാണുന്നതാണ് കടുവാക്കുയി. അതിന്റെ അപ്പുറത്താണ് ആ ടൊവിനോന്റെ സിനിമ ഇടുന്നത്, പഞ്ചവത്സര പദ്ധതി. അതിന്റെ ഷൂട്ടിങ് ഇടുന്ന കവലല്ലേ, അതൊക്കെ അവിടെയാണ്. അവിടെ ഇപ്പൊ എന്താ കാണാനുള്ളത്? ഒരു കവല. എടാ നമ്മളെന്തത് പോയില്ലേ, അവിടെ കിടക്കുക. ഓനെ കാണിക്കൂല. ബസ്സിയെ ഞങ്ങൾ മേലെ പോയോ? അവിടെ ഇരിക്കുക. ക്ഷീണം എങ്ങനെയുണ്ട്? മലപ്പുറം ഭാഷ
നേച്ചർ തന്നെ കേട്ടോ ഇനി വരണത് ഇവിടെ ശരിക്കും രാവിലെ വരണം സൂര്യ ഉദിക്കണ സമയത്ത്. പക്ഷേ എന്താ സ്ഥിതി പോകണോ? എന്തായാലും പോകല് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. എന്തായാലും ഇപ്പോൾ അധികമൊന്നും ഇല്ലല്ലോ ഇവിടുന്ന്. എന്നാൽ എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഒരു പാട്ടൊക്കെ കണ്ട് പഠിക്കാം. പാട്ട് പാടും. ഏത് പാട്ട് പാടും? പാട്ട് പ്രകൃതിക്ക് വെച്ചിട്ടിപ്പോൾ പ്രകൃതിയാണെങ്കിൽ എന്താണെങ്കിൽ ലോകത്തിനിപ്പോൾ ഒരു സൗന്ദര്യമല്ലോ. മുത്തുനബിൻ്റെ മറ്റേ പാട്ടുണ്ടായിരുന്നല്ലോ, മെത്തയും കത്തിലും ഇല്ലാത്തൊരു രാജാവ്. അതന്നെ, അത് പാടുമോ? ഫോണിൽ യൂട്യൂബിൽ എടുത്താ കാണാതെ അറിയില്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിലെടുത്തോ. പനയോലയിലൊരു കുടിലാണേന്ന് തന്നെ അടിച്ചു നോക്കി. അത് കുറച്ചറിഞ്ഞ് കളിക്കണ്ട, എന്ത് മിനിമം 2 വരിയെങ്കിലും 4 വരിയെങ്കിലും ഒക്കെ വേണം. അല്ലാതൊക്കെ ഇപ്പം എന്ത് കാര്യം? എൻ്റെ ഫോണിലെടുക്ക്, ഞാൻ കാണിച്ചു തരാം. പനയോലയിൽ കുടിയിലാണെന്ന് അടിച്ചു നോക്കി. യൂട്യൂബ് എടുത്തോ? പനയോലയിൽ കുടിയിലാണ് അടിച്ചു നോക്ക്. കിട്ടിയോ? എന്നാ തുടങ്ങിക്കോ. പ്രകൃതി ആസ്വദിച്ചു. ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടോ, ഉടലായ മകളും ഉരുകുന്ന കണ്ടോ, മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീടാ, മൊത്തത്തിൻ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂടാ, വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മെഴുനീരി, ഒപ്പിയെടുത്തൊരു ചുവടാനാ സ്വർഗക്കൂട്, ഒപ്പിയെടുത്തൊരു ചുവടാനാ സ്വർഗക്കൂട്, പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിലത് നിധിയാണ്, പടിവാതിൽ ചെറുതടിയാണ്, ഭവനങ്ങളിലത് നിധിയാണ്. അത് നോക്കി പഠിക്കുന്നോ? സംഭവം സ്റ്റാറായിക്കിട്ട് എന്തായാലും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു കമൻറ്റിലൂടെയാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല നമ്മൾ എന്തായാലും പോണ്ടേ? നിങ്ങൾ എല്ലാവരും വിലപേറിയ സപ്പോർട്ട് എനിക്ക് വേണം, എന്നാലേ ഉള്ളൂ എനിക്ക് ഇനിയുള്ള കാഴ്ചകൾ കാണിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ നിർത്തുന്നു. ഞങ്ങൾ പോകാൻ നോക്കുന്നു കേട്ടോ. സമയം വൈകുന്നേരമായി. മഴയ്ക്കുള്ള നല്ല ചാൻസും ഉണ്ട്. പോകുന്നത് നല്ല ബസ്സേ. റിച്ചോ പക്ഷേ നീ ആ കുണ്ടിറങ്ങണ്ടേ? കുണ്ട് കണ്ടിരിക്കുന്നു നീ. ഇത് കഴിഞ്ഞിട്ടില്ല കേസ്, ഇനിയുണ്ട്. 1 മണിക്കൂർ നടക്കാണ്ട കേസുണ്ട്. കാണുന്ന കോറിയുടെ അതിലൂടെയൊക്കെ വേണം അങ്ങോട്ട് പോവാൻ. ഫസി എന്താ പറഞ്ഞത്? നിനക്ക് അല്ല അസ്സലാമലൈക്കുന്നോ? നിനക്ക് അതല്ല പറഞ്ഞത്, ഇത് തീർന്നിട്ടില്ല. നമ്മളിനി ഇറങ്ങാൻ തുടങ്ങണല്ലോ. തിരിച്ചിനി എത്ര നടക്കണം എന്നറിയാം അങ്ങോട്ട് എത്താനേ. അത് നേരത്തെ അവിടെ വണ്ടികൾ വന്നുകൊണ്ട് ഇറങ്ങിയോണ്ടാണ്. തിരിച്ച് വണ്ടി വിളിക്കുന്നില്ല, നടന്നു പോകാനായിട്ട് പ്ലാനിങ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, റെസ്റ്റിങ്ങിന്റെ പരിപാടി 2 ആളോടുമാണ്.
പ്രകൃതി കാണാനുള്ളത് കണ്ടിട്ട് തന്നെ പോകണം. തിരിച്ച് നടന്നു പോകുന്നു, താഴെ കോറിൻ്റെ അവിടെയും പോകുന്നു. അത് താഴെ കോറിയിലേക്ക് പോകണം. ആ കാണുന്ന കോറിയുടെ ഉള്ളിലേക്ക് പോകണം. നോക്കി കണ്ട് ഇറങ്ങുക. മേത്ത് പൊടി വെട്ടിക്കണ്ട. മേത്ത് പൊടി വെട്ടിക്കണ്ട. നോക്കി കണ്ട് ഇറങ്ങുക. കയറുന്ന മാതിരിക്കല്ല ഇറങ്ങുമ്പോൾ കയ്യും കാലം അവിടെയും കുളത്തി പിടിക്കണം നോക്കുക. ഇനി അവിടേക്കടി ആ കോറിൻ്റെ അവിടേക്കാണ് വേറെ ഇതുണ്ട്. ഇത് കണ്ടവർ വയനാട്ടിലാണ്. ഇത് മഞ്ഞപ്പാറ കോറി എന്ന് പറയും. ഇവിടെ കയറിയുന്ന എല്ലാം കാണാം. കാരാപ്പുഴ ഡാം കാണാം, അമ്പലയിൽ ടൗണ് കാണാം. നല്ല വ്യൂ ഉണ്ട്. പുറത്ത് വയനാടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അമ്പലയിൽ ഭാഗത്താണിത്. പുറത്തുള്ളവർ വയനാട്ടിൽ വന്നാൽ കാണാൻ പറ്റിയ സ്ഥലമാണ്. പൈസയും കാര്യങ്ങളൊന്നും തോന്നില്ല. നല്ല അറ്റ്മോസ്ഫിയർ, നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ സൂര്യൻ ഇറങ്ങാനായിട്ടോ? ഇല്ല, കുറച്ചിങ്ങനെ ദൂരത്തേക്ക് എത്തിയിരിക്കുന്നു. കുറച്ച് നേരം മാറ്റി വെച്ചതാണ്. എന്തെങ്കിലും സമയത്തിൻ്റെ ചെറിയ പ്രശ്നം. 6 മണിയായില്ലേ? എന്താ വെച്ചാടോ? ടെൻഷൻ ആക്കണ്ട. ആ സ്ഥലമുണ്ട്. ഇറങ്ങിക്കൂടും ഇങ്ങോട്ട്. എവിടെ കാണാനുണ്ട് വേറെ? മേലെന്ന് കണ്ടല്ലോ നമ്മളൊരു പാറേണ്ടത്. അതിൻ്റെ ഉള്ളിലേക്കുള്ളത്. ആ പാറൻ്റെ അപ്പുറത്ത് വെള്ളം ഉണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വലിയ വെള്ളക്കെട്ടാണ് നിറഞ്ഞിരിക്കുന്നത്. താഴത്തിരിക്കും. അവിടെ കടണ്ട്. കാരപ്പ എന്താ രസം കരിച്ചു ആകുന്നു. വെളിച്ചം സൂര്യൻ അസ്തമിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മളെ കണ്ട് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടക്കമാണ്. തെറ്റുകളുണ്ടാവും. എല്ലാം ക്ഷമിക്കുക. ഓക്കെ ഗൈസ്. അപ്പം ഞങ്ങൾ എന്തായാലും ഇന്നത്തെ നിർത്തേണ്ട സമയം. സൂര്യൻ വരെ വീട്ടിൽ പോകാനായി. അപ്പോൾ നമ്മളും പോകുന്നു. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം. എന്നാ ബസ്സിയേ പോക്ക് പറഞ്ഞാള്. ഞങ്ങളത് നിർത്തി പോവാണ്. എന്താ വയ്യ ക്ഷീണം. ഉള്ള ക്ഷീണത്തിലാണ്. ആ തള്ളു മാത്രമേ ഉള്ളൂ. രണ്ടാള് മുഖം കാണാൻ വയ്യ. വെള്ളമൊന്നും വേണ്ട, വാ പോകാന്ന് പറഞ്ഞ് പോകുന്നതാണ്. തണുപ്പാണ് എന്നാ പറഞ്ഞിരുന്നത്. വയനാടല്ലേ, വെയിലില്ലല്ലോ. എന്നാ നടന്നു പക്ഷേ അതൊക്കെ സൂര്യൻ്റെ എന്നാ പോവല്ലേ. നല്ല കാറ്റ് വരുന്നുണ്ട്, തണുത്ത കാറ്റ്. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞു. ഇവനെന്താ വിളിച്ചടിക്കുന്നേ? വെച്ചു വായോ. പക്ഷേ ഓക്കെ ബൈ. ശരി വിട്ടോ. നാളെ